വിശദമായ വാർത്തകൾ നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നേരത്തെ പറഞ്ഞതുപോലെ ഓപ്പറേഷൻ സിന്ദൂറിൽ ഒരു ഔദ്യോഗികമായ വിശദീകരണം ഇന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചർച്ചയ്ക്ക് ഇന്ന് പാർലമെന്റിൽ തുടക്കമാവുകയാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ചർച്ച നയിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചയിൽ ഇടപെട്ട് സംസാരിച്ചേക്കും. അതേസമയം കോൺഗ്രസ് നിരയിൽ നിന്ന് ശശി തരൂർ സംസാരിച്ചേക്കില്ല. തരൂരിന് അത്തരമൊരു നിർദ്ദേശം ഇതുവരെ പാർട്ടി നൽകിയിട്ടില്ല എന്നാണ് വിവരം. രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, ഗുഡ് മോർണിംഗ്. ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി പല വിവരങ്ങളും പലർക്കും അറിയാം. അത് വിദേശത്തു നിന്നടക്കം പലരും റിപ്പോർട്ട് ചെയ്തിട്ടൊക്കെയുണ്ട്. പക്ഷേ രാജ്യത്തെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ സേനാ മേധാവികൾ നൽകിയ വിശദീകരണങ്ങൾക്കപ്പുറം സർക്കാർ ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടേയില്ല. അഭിമാനത്തോടെ നേട്ടമായി പറയുന്നതിനപ്പുറം എന്താണെന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, നമുക്കെന്തെങ്കിലും നഷ്ടമുണ്ടായിട്ടുണ്ടോ, നമുക്കെന്ത് നേടാൻ കഴിഞ്ഞു, ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം ഇതുവരെ വന്നിട്ടില്ല എന്ന സാഹചര്യത്തിൽ ഇന്നത്തെ ചർച്ച എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്, എങ്ങനെയൊക്കെയാണ് ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്? ശ്രീജ, ഗുഡ് മോർണിംഗ്. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകളിലേക്ക് കടക്കുകയാണ് പാർലമെന്റ്. കാരണം സഭാ സമ്മേളനത്തിന്റെ ആദ്യ ആഴ്ച വിവിധ വിഷയങ്ങൾ കൊണ്ട് തന്നെ സഭ പൂർണ്ണമായും തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ രണ്ടാം ആഴ്ച ആരംഭിക്കുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ, ഒപ്പം തന്നെ പഹൽഗാമിലെ സുരക്ഷാ വീഴ്ച അടക്കമുള്ള വിഷയങ്ങൾ വിശദമായി ചർച്ച ചെയ്യുകയാണ് രാജ്യസഭയും ലോക്സഭയും. ലോക്സഭയിലാണ് ഇന്ന് ചർച്ചയ്ക്ക് തുടക്കമാകുന്നത്. ഏതാണ്ട് 16 മണിക്കൂർ ചർച്ചയാണിപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തന്നെയായിരിക്കും ചർച്ചയ്ക്ക് നയിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ചർച്ചയിൽ സംസാരിക്കണം, ഒപ്പം തന്നെ വിശദീകരണം നൽകണം എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. കാരണം ആദ്യം മുതൽ അവർ ഉന്നയിക്കുന്നതാണ് പ്രത്യേക സഭാ സമ്മേളനം വിളിച്ചുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്ന കാര്യങ്ങൾ വിശദീകരിക്കണമെന്നുള്ളത്. ഏതായാലും ചർച്ച നയിക്കുക രാജ്നാഥ് സിംഗ് ആണ്. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ചർച്ചയിൽ ഇടപെട്ട് സംസാരിക്കുമെന്നിപ്പോൾ സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നിരുന്നു. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് തന്നെ താനാണ് ഇത്തരമൊരു വെടിനിർത്തൽ കരാറിലേക്ക് നയിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അവകാശവാദമായി അന്ന് രംഗത്ത് വന്നിരുന്നു. സർക്കാർ അക്കാര്യം നിഷേധിച്ചതാണ്. കാരണം ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട് തന്നെ മൂന്നാം കക്ഷിയെ ഇടപെടിക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ സർക്കാർ അക്കാര്യം ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഡൊണാൾഡ് ട്രംപ് പിന്നീട് പലപ്പോഴായി അക്കാര്യം ആവർത്തിക്കുന്നത് കണ്ടു. 22 തവണ ഈ കാര്യം ഉന്നയിച്ചു എന്നാണ് കഴിഞ്ഞ ആഴ്ച മല്ലികാർജുൻ ഖർഗെ രാജ്യസഭയിൽ തന്നെ ചൂണ്ടിക്കാണിച്ചത്. ഇപ്പോൾ ഏതായാലും ഈ ഏറ്റവും ഒടുവിലും ട്രംപിന്റെ ഭാഗത്തുനിന്ന് അത്തരമൊരു പ്രസ്താവന ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള തർക്കത്തിനിടയിൽ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മധ്യസ്ഥശ്രമം താൻ കാരണമാണ് ഉണ്ടായത് എന്ന പ്രതികരണം ട്രംപ് നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും പ്രതിപക്ഷം അക്കാര്യം കൂടി ആക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ അന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള ചില പ്രതിപക്ഷ നിരയിലെ നേതാക്കളൊക്കെ തന്നെ ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് എന്തൊക്കെ നാശനഷ്ടം സംഭവിച്ചു, ഇന്ത്യക്ക് എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന കാര്യങ്ങളൊക്കെ തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ചോദിച്ചതാണ്. അന്ന് അത്തരമൊരു പ്രതികരണം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും പിന്നീട് ഒരു വിദേശ മാധ്യമത്തിന് സംയുക്ത സേനാ മേധാവി തന്നെ നൽകിയ അഭിമുഖത്തിൽ അക്കാര്യം അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ചില നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത്തരം ചില കാര്യങ്ങൾ സ്വാഭാവികമായും പ്രതിപക്ഷം ഉന്നയിക്കും. അങ്ങനെ സർക്കാരും പ്രതിപക്ഷവും തമ്മിലുള്ള ഒരു പോരിലേക്ക് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്ത് പ്രതികരണം ഉണ്ടാകും എന്നുള്ള കാര്യം നിർണായകമാണ്. പ്രത്യേകിച്ച് ഇത് ഓപ്പറേഷൻ സിന്ദൂർ വലിയ നേട്ടമായി തന്നെ സർക്കാർ ഉയർത്തിക്കാട്ടുന്നതാണ്. പ്രത്യേകിച്ച് ഇന്നലെ തമിഴ്നാട്ടിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്നലെ അവിടെ നടന്ന പ്രസംഗത്തിൽ പോലും അദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂറിന്റെ നേട്ടങ്ങളെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യയുടെ ശത്രുക്കൾ എവിടെയായാലും അവർക്ക് അത്തരമൊരു നീക്കം ഇന്ത്യക്കെതിരെ നടത്താൻ കഴിയില്ല എന്നടക്കമുള്ള പരാമർശങ്ങൾ മോദിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും ഓപ്പറേഷൻ സിന്ദൂർ വലിയ നേട്ടമായി ഉയർത്തിക്കാട്ടാനുള്ള നീക്കം തന്നെയായിരിക്കും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. മറിച്ച് പ്രതിപക്ഷ നിരയിലേക്ക് വരികയാണെങ്കിൽ അവിടെ കോൺഗ്രസിന്റെ കാര്യമെടുക്കുകയാണെങ്കിൽ ശശി തരൂർ സംസാരിക്കില്ല എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. കാരണം അത്തരമൊരു ആവശ്യം തരൂർ പാർട്ടിക്ക് മുമ്പാകെ വെച്ചിട്ടില്ല. മറിച്ച് പാർട്ടിയും തരൂരിനോട് പ്രസംഗിക്കണം അല്ലെങ്കിൽ സംസാരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടില്ല. കാരണം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ഘട്ടത്തിൽ തന്നെയാണ് തരൂരും പാർട്ടിയും തമ്മിലുള്ള ഭിന്നത അത് രൂക്ഷമായത്. പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി നൽകിയ പട്ടികയിൽ പ്രതിനിധി സംഘത്തിൽ ശശി തരൂരിന്റെ പേരുണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പേര് കേന്ദ്രം ഉൾപ്പെടുത്തി. അതിനുശേഷം ശശി തരൂർ നടത്തിയ പ്രതികരണങ്ങളൊക്കെ തന്നെ നമുക്കറിയാവുന്നതാണ്. അപ്പോഴും ശശി തരൂർ ഈ വിഷയത്തിൽ നിർണായകമായ നയതന്ത്ര ദൗത്യത്തിൽ അടക്കം ഉൾപ്പെട്ടയാളാണ്. ഈ വിഷയത്തെക്കുറിച്ച് ലോകമെമ്പാടുമുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ പോയി ഈ വിഷയം സംസാരിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക്
അദ്ദേഹത്തെ ഉൾപ്പെടുത്താതിരിക്കുന്നത് ക്ഷീണമാവില്ല? പ്രത്യേകിച്ച് BJP ബാന്ധവത്തിന്റെ കാര്യത്തിലൊക്കെ തരൂർ ഒരു നിലപാട് വ്യക്തമാക്കിയെന്ന സൂചനകളൊക്കെ മറുവശത്ത് വരുന്നുണ്ട്. കോൺഗ്രസ് വിട്ട് തരൂർ എവിടേക്കുമില്ല എന്ന രീതിയിൽ ഒരു സ്റ്റാൻഡ് എടുക്കുകയാണെങ്കിൽ ഇക്കാര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ ഒരു ആശയക്കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ പാർലമെന്റിൽ തരൂരിനൊപ്പം നിൽക്കേണ്ടത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ആവശ്യമല്ലേ? ഇങ്ങനെ ഒരു വിഷയത്തിൽ സംസാരിക്കാൻ ആവശ്യപ്പെടുന്നില്ലെങ്കിൽ അതിന്റെ ചീത്തപ്പേര് കൂടി കോൺഗ്രസിന് വരില്ലേ? അതെ ശ്രീജ, അങ്ങനെയാണെങ്കിൽ അത് വലിയ ചർച്ചകളിലേക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ദൗത്യ സംഘത്തിന്റെ പ്രധാനപ്പെട്ട സംഘത്തെ തന്നെ നയിച്ച് ശശി തരൂരായിരുന്നു. പ്രത്യേകിച്ച് US അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ദൗത്യ സംഘവുമായി പോയത് ശശി തരൂരാണ്. അവിടെ ഇന്ത്യയുടെ നിലപാട് വിശദീകരിച്ചത് അദ്ദേഹമാണ്. പലപ്പോഴും ശശി തരൂർ അക്കാര്യം ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്യമാണ് പ്രധാനം എന്ന കാര്യം തരൂർ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോലും ഇത്തരമൊരു ഘട്ടത്തിൽ ശശി തരൂരിനെ ഒഴിവാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസ് നിന്ന് സംസാരിക്കുന്നവരുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ അത് പുതിയ ചർച്ചകൾക്ക് വഴിവെക്കും. മാത്രമല്ല, തരൂരും പാർട്ടിയും തമ്മിൽ നിലവിലുണ്ടായിരിക്കുന്ന ഭിന്നത കൂടുതൽ ശക്തമാകാൻ മാത്രമേ അത് ഉപകരിക്കൂ എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും അന്തിമ പട്ടിക ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. കോൺഗ്രസ് ആരൊക്കെ സംസാരിക്കുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏതായാലും നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ശശി തരൂർ ഉണ്ടായേക്കില്ല. ശശി തരൂർ അത്തരമൊരു ആവശ്യം അവിടെ മുന്നോട്ട് വെച്ചിട്ടില്ല. പാർട്ടിയും സംസാരിക്കണം തരൂരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ കോൺഗ്രസിൽ നിന്ന് ചർച്ചകൾക്ക് തുടക്കമിടുക രാഹുൽ ഗാന്ധി ആയിരിക്കും എന്നാണ് ഇപ്പോൾ പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. കാരണം മണിപ്പൂർ സംഘർഷവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ അന്ന് 2023 ചർച്ചകൾക്ക് തുടക്കമിട്ടത് രാഹുൽ ഗാന്ധി ആയിരുന്നു. അല്ലെങ്കിൽ ഉപനേതാവായ ഗൗരവ് ഗൊഗോയ് ആയിരിക്കും ചർച്ച നയിക്കുക എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ശ്രീജ. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ ഔദ്യോഗികമായി സർക്കാരിന് എന്താണ് പറയാനുള്ളത് എന്നറിയാൻ രാജ്യവും കാത്തിരിക്കുകയാണ്. പ്രതിപക്ഷം അതിലെടുക്കുന്ന നിലപാട് നിർണായകമാണ്. നമുക്ക് ഇന്നത്തെ ദിവസം ലോക്സഭയിലേക്ക് തന്നെ ഉറ്റുനോക്കാം.